കോമ്പറ്റേറ്റീവ് എക്സാമിൽ ടൈമിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നാൽ അത് നമ്മുടെ റാങ്കിങ്ങിനെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കോഡുകളൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈം വളരെയധികം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിച്ചെടുത്താലോ? ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 6 രാജ്യങ്ങൾ. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 6 രാജ്യങ്ങൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് കൃത്യമായി തന്നെ നമുക്കൊന്ന് പഠിച്ചെടുത്താലോ? അപ്പോൾ നോക്കാം. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 6 രാജ്യങ്ങൾ. ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 6 രാജ്യങ്ങൾ ഏതെല്ലാമാണ്? അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ചൈന. ഒന്നുകൂടെ പറയാം. അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ചൈന. 6 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. ഹിമാലയം എന്ന വാക്കിനർത്ഥം ചോദിച്ചാൽ എന്താണ്? ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വീട് എന്നാണ്. ഹിമാലയം എന്ന വാക്കിനർത്ഥം ചോദിച്ചാൽ എന്താണ്? മഞ്ഞിന്റെ വീട് അല്ലെ? ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വീട് എന്നാണ്. അപ്പോൾ 6 രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, ചൈന. ഇനി ഇത് പഠിച്ചു വെക്കാനുള്ള ടിപ്പ് പറയാം. 6 രാജ്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പ് പറയാം. ഹിമാലയത്തിൽ പോയ അബുവിന് പനിച്ചു. ഓർത്തിരിക്കാലോ? അബുവിന് പനിച്ചു. ക്ലൈമറ്റ് മാറുമ്പോൾ എന്താണ്? ഹിമാലയം മഞ്ഞിലോട്ടൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ അബുവിന് പനിച്ചു എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്നതിൽ നിന്ന് നമുക്ക് അഫ്ഗാനിസ്ഥാൻ കണക്ട് ചെയ്യാലോ? ഭൂ എന്നതിൽ നിന്ന് ഭൂട്ടാൻ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അബുവിന് പനിച്ചു. PA എന്നതിൽ നിന്ന് പാകിസ്ഥാൻ, N നേപ്പാൾ, I ഇന്ത്യ. പനിച്ചു എന്നുള്ളതിലെ ച വെച്ച് നമുക്ക് ചൈനയും കണക്ട് ചെയ്യാം. ചൈന. അപ്പോൾ എന്താണ്? അബുവിന് പനിച്ചു എന്നോർത്താൽ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന 6 രാജ്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പോൾ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ.